ജീവിത പാളങ്ങളിലൂടെ എന്ന കഥ ഞാൻ പറയാം. ഇതിൽ പ്രധാന കഥാപാത്രം രാഘവൻ നായർ. രാഘവൻ നായരും ഞാനും തമ്മിലുള്ള ബന്ധം, ഞങ്ങൾ കുറച്ചു കാലം സർവീസിലുണ്ടായിരുന്നു. രാഘവൻ നായർ അടുത്തൂൺ പറ്റി വിശ്രമ ജീവിതം പോയി. ഞങ്ങളൊക്കെ സഹപ്രവർത്തകർ ആശംസിച്ചതുപോലെ ഭാവജീവിതം ശോഭനമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. തുടർന്ന് ഓരോരുത്തരും അവരവരുടെ തിരക്കുകളിൽപ്പെട്ടു പോയി. രാഘവൻ നായർ അടുത്തിടെ വിളിച്ച് പറഞ്ഞു, ഡെത്ത് സ്പൈറൽ ആൻഡ് എന്ന ഉറുമ്പുകളുടെ ഒരു അവസ്ഥയുണ്ട്, അത് താനൊന്ന് മനസ്സിലാക്കണം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു, അതെന്നെ അങ്ങനെ? ഉറുമ്പുകൾ ഭക്ഷണം തിരഞ്ഞു പോകുമ്പോൾ തന്നെ മുന്നിൽ പോയ ഉറുമ്പിൽ നിന്നും സിഗ്നൽ കിട്ടാതിരുന്നാൽ, ഇല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം സംഭവിച്ചാൽ അവർ ഭക്ഷണത്തിന് വേണ്ടി കറങ്ങിയിരിക്കും. കറങ്ങി നടന്ന് ക്ഷീണിച്ച് മരിക്കും. ആ ഒരു അവസ്ഥയിൽ കൂടി ഞാൻ പോകുന്നെന്ന് പറഞ്ഞു. എപ്പോഴും സഹൃദയനും കവിയും എഴുത്തുകാരനും ഒക്കെ ആയ ഇദ്ദേഹം ഇടയ്ക്കിങ്ങനെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നത് അതുപോലെ ആയിരിക്കുമെന്ന് കരുതി ഒഴിവാക്കി. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഒരു ഫോൺ കോൾ വന്നു. മരിയ, അവർ വിളിക്കുന്നത് പാരഡൈസ് ഓർഫനേജ് ഹോമിൽ നിന്ന്. അവർ പറഞ്ഞു, രാഘവൻ നായർ താങ്കളെ കാണണമെന്ന് പറയുന്നു, എത്രയും പെട്ടെന്ന് വന്ന് കാണുക. അതിന് മുൻപ് തന്നെ ഉറക്കത്തിൽ പലപ്പോഴും ദുസ്വപ്നങ്ങൾ കണ്ട് എഴുന്നേൽക്കുന്നത് എൻ്റെ പതിവായിരുന്നു. ആർച്ച് ഡാമിൻ്റെ മുകളിൽ നിൽക്കുന്ന രാഘവൻ നായർ മരണഭയത്തോടെ കൈകാലിട്ടടിക്കുന്നു, താഴെ വീഴുന്നു, എന്നോട് എന്തോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നു, മുഴുമിപ്പിക്കുന്നില്ല. അങ്ങനെ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുമ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്കൊന്ന് പോയി കണ്ടിട്ട് വന്നൂടെ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളും കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ആ പുസ്തകവും പൊതിച്ചോറും ബാഗുമായി ഞാൻ വിത്തിനശ്ശേരി എന്ന സ്ഥലത്തേക്ക് പോയി. വിരസത അടിച്ചപ്പോൾ ബാഗിൽ നിന്നും പുസ്തകങ്ങൾ നോക്കി. എല്ലാം പുതിയ കളക്ഷൻസ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ വരൂ സൂര്യനെ തൊടാം, ജി രേണുകുമാർ സാറിൻ്റെ പുതിയ കവിതകൾ, ത്രയം എന്ന പുതിയ നാടകം ജി അജുക്കെ മാഷിൻ്റെ, അതുപോലെ തന്നെ മുഞ്ഞനാട് പത്മകുമാർ സാറിൻ്റെ കുറേ പുസ്തകങ്ങൾ എന്നിവയും കൊണ്ട് ഞാൻ പോയി. വിത്തിനശ്ശേരി എന്ന സ്ഥലത്ത് എന്നെ ഇറക്കി ബസ് വീണ്ടും മുന്നോട്ട് പ്രയാണം തുടർന്നു. ചുരം കടന്നെത്തുന്ന കാറ്റിന് തീഷ്ണത വളരെ കൂടുതലായിരുന്നു. തെല്ലകലെ കൊല്ലങ്കോടിൽ നിന്നുള്ള മലകളുടെ ദൃശ്യം, സമൃദ്ധമായി വെള്ളം ഒഴുകിയിരുന്നതിൻ്റെ വിദ്യുത ഛായ, ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന കരിമ്പനകൾ, തൊട്ടകലൊരു മുറുക്കാൻ പിടി കണ്ടു. അവിടെ ഒരു വാർദ്ധക്യത്തിലേക്ക് കാലും നിൽക്കുന്ന ഒരു വൃദ്ധൻ ചിരിക്കുമ്പോൾ വെറ്റിലക്കറ. നിങ്ങളതിന് മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്ന ചോദ്യം എതിരേറ്റു. എനിക്കല്പം വെള്ളം വേണം. വെള്ളം തന്നു, സർബത്ത് തന്നു. ആരെ തിരക്കി ഇവിടെ വന്നു? ചോദ്യത്തിന് മറുപടി, പാരഡൈസ് ഓൾഡ് ഏജ് ഹോം. അത് കുറച്ച് അങ്ങോട്ട് നടന്നാൽ മതി, കാണും. പിന്നെ അവിടെ ആരെ കാണാനാ? അവർക്കവിടെ അധികം സന്ദർശകർ വരാറില്ലല്ലോ. അവിടെയുള്ള അന്തേവാസികൾ മരിച്ചാൽ അവരുടെ ശവടക്കിനുള്ള പൈസ കൂടി കൊടുത്തിട്ടാണ് മക്കൾ വിടുക. ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളൂ. അദ്ദേഹം നീട്ടിയ വിരലിന് പുറകിൽ കൂടി എൻ്റെ കാലുകൾ നീട്ടിവെച്ചു. കുറച്ചകലെ പാരഡൈസ് ഓൾഡ് ഏജ് ഹോം. അവിടെ ചിരിക്കാൻ മറന്നുപോലെ കണ്ണിൽ കുഴിലാണ്ട കണ്ണുകൾ ഉള്ള ഒരു റിസപ്ഷനിസ്റ്റ്. ആവശ്യം പറഞ്ഞപ്പോൾ അവർ കാണിച്ചു 6-ാം നില 258-ാം ബെഡ്. എന്നെ എതിരേറ്റത് വേറൊരു ലോകത്തിലായിരുന്നു. പരിപൂർണമായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ കൊണ്ട് നിയന്ത്രിക്കുന്ന റോബോട്ടുകൾ. അവർ കൈകളിൽ പുസ്തകങ്ങളും മരുന്നും ഭക്ഷണവുമായി തലയിൽ ആൻറ്റിന പിടിപ്പിച്ചിട്ട് ബീപ്പ് ബീപ്പ് ശബ്ദത്തോടുകൂടി തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ടായിരുന്നു. ആരോ നിയന്ത്രിക്കുന്നു, അവരെ ആരോ നിയന്ത്രിക്കുന്നത് പോലെയുള്ള അവസ്ഥകളിൽ കൂടി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഉടനെ കണ്ടെത്തി രാഘവൻ നായരുടെ ബെഡിനരിയിലെത്തി. ബെഡിനരിയിലെത്തിയപ്പോൾ റോബോട്ടിന് വായിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു വോൾട്ടയർ എന്ന പുസ്തകത്തിലെ വരികൾ. ഞാൻ ചെല്ലുമ്പോൾ മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ സമസ്ത മേഖലകളിലും ബന്ധനസ്ഥനാണ് എന്ന വരി. രാഘവൻ നായരുടെ കിടപ്പ് കണ്ട് ആലോചിച്ചു. തൻ്റെ ജീവിതം മുഴുവൻ, തൻ്റെ യൗവനം മക്കൾക്ക് വേണ്ടി ചിലവഴിച്ചു. മക്കൾ പറക്കമുറ്റിയപ്പോൾ എല്ലാവരും അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച് വിദേശത്തേക്ക് കടന്നു, അവിടെ സെറ്റിൽഡായി. അമ്മ മരിച്ചതിന് ശേഷം രാഘവൻ നായർ ഒറ്റയ്ക്കായി. രാഘവൻ നായർ പാരഡൈസ് ഹോളിൽ എത്തപ്പെട്ടു. ചുറ്റുമൊന്ന് കണ്ണുപിടിച്ച് നോക്കുമ്പോഴേക്കും
ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിനും മരുന്നിനുമുള്ള അലാറം മുഴങ്ങി. റോബോട്ടുകൾ വീണ്ടും ജാഗരരായി പോവാൻ തുടങ്ങി. ഉടനെ ഒരു ബീപ്പ് ബീപ്പ് ശബ്ദം കേട്ടു. രാഘവൻ നായരുടെ മോണിറ്ററിൽ എഴുതിയിരുന്നു, ചാർജ് ഇമ്മീഡിയറ്റ്ലി, ചാർജ് ഇമ്മീഡിയറ്റ്ലി, ചാർജ് ഇമ്മീഡിയറ്റ്ലി. ജീവിത പാളങ്ങളിലൂടെ.